നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. കാനഡയുടെ വാർഷിക പണപ്പെരുപ്പ നിരക്ക് ജൂണിൽ 2.7% കുറഞ്ഞു. ഗ്യാസോലിൻ വിലയിലെ വർഷാവർഷം മന്ദഗതിയിലെങ്കിലും കൈവരിച്ച വളർച്ചയാണ് പണപ്പെരുപ്പ നിരക്ക് നേരിയ തോതിലെങ്കിലും കുറച്ചതെന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് കാനഡയുടെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ജൂലൈ 24 ബാങ്ക് ഓഫ് കാനഡയുടെ അടുത്ത പലിശ നിരക്ക് തീരുമാനത്തിന് മുൻപുള്ള അവസാന പണപ്പെരുപ്പ നിരക്ക് പ്രഖ്യാപനമായിരുന്നു ഇന്നു നടന്നത്. പണപ്പെരുപ്പ നിരക്കിന്റെ തോതിനനുസൃതം പലിശ നിരക്ക് കൂടുമോ കുറയുമോ എന്നറിയാനുള്ള കാത്തിരിപ്പാണ് ഇനി സാമ്പത്തിക വൃത്തങ്ങളിൽ. കോറസ് എന്റർടൈൻമെന്റ് 25% സ്ഥിരം തസ്തികകൾ ഒഴിവാക്കാനൊരുങ്ങുന്നു. വരുമാനത്തിന്റെ 16% ഇടിവ് നൽകിയ ആഘാതം കോറസ് എന്റർടൈൻമെന്റ് എന്ന കനേഡിയൻ മാധ്യമ ഭീമനെ മാറി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. കോറസ് അതിന്റെ ഏറ്റവും പുതിയ ബോധത്തിൽ ഷെയർ ഹോൾഡർമാർക്ക് $765.9 മില്യൺ നഷ്ടം റിപ്പോർട്ട് ചെയ്തു. ഒരു വർഷം മുമ്പത്തെ $495.1 മില്യൺ നഷ്ടവുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിന്റെ വരുമാനം ഏകദേശം 16% ഇടിഞ്ഞുവെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. ദീർഘവീക്ഷണത്തോടെ തീരുമാനമെടുക്കേണ്ട സമയമായതിനാൽ സ്ഥിരം ജോലിക്കാരെ അടക്കം 25% തൊഴിലാളികളെ നീക്കുവാൻ തങ്ങൾ നിർബന്ധിതരായിരിക്കുകയാണെന്ന് കോ ചീഫ് എക്സിക്യൂട്ടീവ് ജോൺ ഗോസിംഗ് അറിയിച്ചു. ഒരു വർഷത്തെ വാടക മുൻകൂർ അടയ്ക്കണം. എന്നിട്ടും താമസ സ്ഥലമില്ലാതെ ടൊറന്റോ. ഭവന വിപണിയിലെ മാത്സര്യം കടുക്കുകയാണ്. പുതുതായി എത്തുന്ന കുടിയേറ്റക്കാർ താമസ സൗകര്യത്തിനായി ഏജന്റുമാരുടെ വന്യമായ ഡിമാൻഡുകൾക്ക് പോലും വഴങ്ങേണ്ടി വരുന്ന ഭീകരമായ അവസ്ഥ ടൊറന്റോയിൽ നിലനിൽക്കുന്നുവെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഉയരുന്ന ഡിമാൻഡിനനുസരിച്ചുള്ള സപ്ലൈ ലഭ്യമല്ലാത്തതിനാൽ എന്തു സാഹസത്തിന് ആവശ്യക്കാർ തയ്യാറാകുന്നതാണ് ഇത്തരം നിയമരാഹിത്യങ്ങൾ ഭവന വിപണിയിൽ വർദ്ധിച്ചു വരുന്നതിന് കാരണമെന്ന് ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നു. നിലവിലെ നിയമങ്ങൾക്കനുസരിച്ചുള്ള റെന്റ് മാത്രമാണോ ഭൂവുടമ വാങ്ങുന്നതെന്നറിയാനുള്ള അവകാശം വാടകക്കാരനുണ്ടെന്നും ആവശ്യം കൊള്ളവില നൽകി വിലയ്ക്ക് വാങ്ങാൻ ആരെയും പ്രേരിപ്പിക്കാതിരിക്കട്ടെയെന്നും അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നു. പിയാനോയിൽ ഒളിപ്പിച്ച 63 കിലോ കൊക്കൈൻ പിടിച്ചെടുത്ത ക്യൂബക് RCMP. നൌഡിയർ മേഖലയിലും ഷെർബ്രൂക്ക് ക്യൂ ഏരിയയിലും നടത്തിയ തിരച്ചിലിൽ ഒരു ഗ്രാൻഡ് പിയാനോയുടെ ഉള്ളറകളിൽ ഒളിപ്പിച്ച നിലയിൽ 62.7 കിലോഗ്രാം കൊക്കൈൻ കണ്ടെത്തിയതായി ക്യൂബക് RCMP. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നിയമനിർവഹണ ഏജൻസിയായ ഹോംലാൻഡ് സെക്യൂരിറ്റി ഇൻവെസ്റ്റിഗേഷൻസിന്റെ സൂചനയെ തുടർന്ന് മയക്കുമരുന്ന് ഇറക്കുമതി ചെയ്യുന്നതിനും കടത്തുന്നതിനുമുള്ള ഗൂഢാലോചനയിൽ ഉൾപ്പെട്ട 4 പേരെ ജൂലൈ 12 RCMP അറസ്റ്റ് ചെയ്യുകയായിരുന്നു. മുൻപയാൾ ട്രംപിനെ ഹിറ്റ്ലർ എന്ന് വിളിച്ചു. ഇന്നയാൾ ട്രംപിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി. 8 വർഷം മുമ്പ് 2014 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് JD വാൻസ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത വിമർശകനായിരുന്നു. പരസ്യമായി റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ അദ്ദേഹം വിഡ്ഢിയെന്നും രഹസ്യമായി അദ്ദേഹം അഡോൾഫ് ഹിറ്റ്ലറുടെ അമേരിക്കൻ അവതാരമെന്നും കുറ്റപ്പെടുത്തി. കാലം അയാളെ ഇതാ ട്രംപിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കി തിരികെ കൊണ്ടുവന്നിരിക്കുന്നു. ജെയിംസ് ഡേവിഡ് വാൻസിന്റെ ഒരിക്കലും ഒരു ട്രംപർ അല്ല എന്ന നിലപാടിൽ നിന്നയാൾ ട്രംപിന്റെ വിശ്വസ്തനായി മാറാൻ അധികകാലമൊന്നും വേണ്ടി വന്നില്ലെന്ന് ഈ സ്ഥാനാർത്ഥിത്വം തെളിയിക്കുന്നു. JD വാൻസിന്റെ പത്നി ഉഷ ചിലക്രി വാൻസ് ഇന്ത്യൻ വംശജയാണ്. ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ജനറൽ ബ്രാംപ്ടൺ, ലത മേനോൻ ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരള കറി ഹൗസ് മിസിസാഗ, ജോജു അഗസ്റ്റിൻ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ, ഗോപിനാഥൻ പൊന്മനടിയിൽ, രുദ്രാക്ഷ ജം എക്സ്പേർട്ട്. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥ പ്രകാശ്. കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.